ഗൈസ്, ഫസ്റ്റ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഞാൻ 10 ദിവസം, അതായത് 6-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ഒരു ക്യാമ്പിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോസൊന്നും കറക്റ്റായിട്ട് എനിക്ക് അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. അതൊക്കെ എൻ്റെ മിസ്റ്റേക്കായിരുന്നു. ഞാൻ മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, എൻ്റെ HC ക്യാമ്പിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. വളരെ നല്ലൊരു മൊമെൻ്റാണ് ഗൈസ്, പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തില്ല. നമുക്ക് ഒരുപാട് പണിഷ്മെൻറ്റ്സും കാര്യങ്ങളും കിട്ടുമെങ്കിലും അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ നല്ലപോലെ ഒരു എനർജിക് ആയിട്ടുള്ള കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരാളാവും. സത്യം പറഞ്ഞാൽ എൻ്റെ NCC ഞാൻ ഫസ്റ്റ് 5-ാം തീയതിയാണ് എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ പാക്ക് ചെയ്യുന്നത്, കൊണ്ടുപോകാൻ ക്യാമ്പിന് കൊണ്ടുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണത്. ഞാൻ വളരെയധികം ടെൻഷൻ അടിച്ചാണ് സാധനങ്ങൾ പാക്ക് ചെയ്തതും. ഒന്നും എൻ്റെ സത്യം പറഞ്ഞാൽ അതിൽ എൻ്റെ 3 സാധനങ്ങൾ ക്യാമ്പ് കഴിഞ്ഞ് വന്നപ്പോൾ മിസ്സായിട്ടുണ്ട്. അതിൽ എനിക്ക് ഒരു സാധനം പോയാലാണ് വളരെയധികം വിഷമം. അതൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പം ക്യാമ്പൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് 5-ാം തീയതി എനിക്ക് രാത്രി കിടന്നിടത്ത് ഉറപ്പൊന്നും ഭയങ്കര ടെൻഷനായിരുന്നു. അയ്യോ ക്യാമ്പിന് പോകണല്ലോ, എനിക്ക് പേടിയാവണം, അവിടെ ചെന്നിട്ട് ഭയങ്കര പണിഷ്മെൻ്റ് ആയിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആയിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും അല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ പണിഷ്മെൻ്റ് ഉണ്ടായിരുന്നു, സോ അങ്ങനെയൊന്നും അല്ലായിരുന്നു. ഫസ്റ്റ് 6-ാം തീയതി നമ്മൾ ഇവിടെ നിന്ന് പോയി ട്രാക്കിലാണ് പോയത്. അതായത് നമ്മുടെ ട്രാക്ക് സ്യൂട്ട്, നമ്മുടെ NCCക്ക് നമ്മൾ കോമൺ ആയിട്ട് ഇടുമല്ലോ, യൂണിഫോം അല്ലാതെ ട്രാക്ക് സ്യൂട്ട്, അതാണ് ട്രാക്കാണ് ഇട്ടുകൊണ്ട് പോയത് മെയിൻലി. ഇല്ല, അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. 9-ാം ക്ലാസ്സിലെ പിള്ളേരാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. നമ്മൾ അവരെ JD JW എന്ന് പറയും, നമ്മളെ SW SD എന്നും പറയും. ഞാൻ SW ആണ്. എൻ്റെ കൂടെയുള്ള ആൺകുട്ടികളെ സൂചിപ്പിക്കുന്നത് SD. ഓക്കെ, അപ്പോൾ അവിടെ 9-ാം ക്ലാസ്സിലെ കുട്ടികളാണ് മെയിൻലി ഉള്ളത്. നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര പേരുണ്ടായിരുന്നു കറക്റ്റ് എണ്ണം എനിക്കറിയത്തില്ല. സോ 6-ാം തീയതി അവിടെ പോയി നമ്മളുടെ പറഞ്ഞു യൂണിഫോം ഇട്ടുകൊണ്ട് വരാൻ പറഞ്ഞു. വൈറ്റ് യൂണിഫോമാണ്. അപ്പം വൈറ്റ് യൂണിഫോം എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ നേവിയാണ് കേട്ടോ, ആണ് വൈറ്റ് യൂണിഫോം. അപ്പോൾ വൈറ്റ് യൂണിഫോം ഇടാൻ പറഞ്ഞു. വൈറ്റ് യൂണിഫോം ഇട്ടു. ഇവിടെ വന്ന് മസ്റ്ററായിട്ട് നമ്മളെല്ലാവരെയും പിള്ളേരെ അകത്തോട്ട് കൊണ്ടുപോകണം. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ വല്ലാതെ നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടേ, റൂമിൽ കൊണ്ടുപോകണം, അങ്ങനത്തെ ഇതായിരുന്നു. അപ്പം അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ രാത്രി നൈറ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പോൾ രാത്രി പറയും നാളെ രാവിലെ എന്തൊക്കെ റൊട്ടീൻസ് ആണുള്ളത്, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാ കാര്യങ്ങളും രാത്രി പറയും. അങ്ങനെ രാവിലെ നമുക്ക് മെയിൻലി പറയാനാണെങ്കിൽ രാവിലെ PT ഉണ്ടായിരുന്നു. മെയിൻലി 4 ഹൗസാക്കി മാറ്റി. നീലഗിരി, ഹിമഗിരി, ഉദയഗിരി, സാഗർധനി, ഇങ്ങനെ 4 ഹൗസാക്കി മാറ്റി. എൻ്റെ ഹൗസ് നീലഗിരിയാണ് കേട്ടോ. നീലഗിരിയിലെ ആളാണ് ഞാൻ. അപ്പം മെയിൻലി പറയുകയാണെങ്കിൽ നീലഗിരിയിൽ SWC ഉണ്ട്, JWC ഉണ്ട്. അപ്പം മെയിൻലി കൂടുതലുള്ളത് JWS ആണ്, SWS കുറവാണ്, 4-5 അങ്ങനെ എന്തൊക്കെയേ ഉള്ളൂ. പിന്നെ മെയിനായിട്ടും റൂം തിരിച്ചപ്പോൾ ഫസ്റ്റ് എന്നെയാണ് ഹൗസ് സീനിയർ, നീലഗിരിയിലെ ഹൗസ് സീനിയറായിട്ട് തിരഞ്ഞെടുത്തത്. അതെനിക്കിപ്പോഴും മറക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് അപ്പോഴ് ആ ടൈമിൽ എല്ലാവരും കുറേ പേര് അവിടെ ഉണ്ടല്ലോ, എനിക്ക് കോൺഫിഡൻസ് തീരെ ഇല്ലായിരുന്നു. സാർ എൻ്റെ മുഖം കണ്ടപ്പോൾ ചോദിച്ചു, നിനക്ക് ഇതിൽ നിൽക്കാൻ പറ്റുമോ, എനിക്കിങ്ങനെ നേരെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്, സാർ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞു. വേറൊരാളെ നിയമിക്കണമെന്നും ഞാൻ പറഞ്ഞു ആ ടൈമിൽ. അപ്പോൾ സാർ ദേഷ്യത്തിൽ പറഞ്ഞു, എന്നെ എന്തോരു പറഞ്ഞു, പറ്റാത്തതുകൊണ്ട് പിന്നെ വേറൊരാളാക്കി. അങ്ങനെ ഞാൻ ഹൗസ് സീനിയറിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ മെയിനായിട്ടും PT. ഇപ്പോൾ ഇന്ന് നീലഗിരിക്കും നീലഗിരി, ഹിമഗിരി ഈ 2 ഹൗസിനാണ് ആദ്യം PT ഉണ്ടായിരുന്നത്. PT എന്ന് പറയുമ്പം 6:15 തൊട്ട് 7:15 വരെയാണ് PT ടൈം എന്ന് പറയുന്നത്. അത് കഴിയുമ്പം 7:15 മുതൽ 8:30 വരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. 8:30 മുതൽ 10:00 വരെ ഡ്രില്ലാണ്. ഡ്രില്ലെന്ന് പറഞ്ഞാൽ പരേഡാണ്. പിന്നെ 10:30 മുതൽ 10:00 കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ക്ലാസ് ആയിരുന്നു, ലെക്ചറായിരുന്നു. 10:30 തൊട്ട് മാക്സിമം ഒരു 12 മണി ആവുന്ന വരെ ലെക്ചർ ഉണ്ടായിരുന്നു. 12:30 മുതൽ 1:15 വരെയോ അങ്ങനെ എന്തോ ടൈമായിരുന്നു. നമുക്ക് ഫുഡ് ലഞ്ചായിരുന്നു. അതൊക്കെ നല്ല ഫുഡായിരുന്നു, എനിക്കൊന്നും പറയുന്നത് എല്ലാം കിടക്കാച്ചിയ ഫുഡായിരുന്നു. പിന്നെ അത് കഴിയുമ്പോൾ വീണ്ടും ഒരു ലെക്ചർ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ റിസപ്ഷൻ ഡ്യൂട്ടി ഇടയ്ക്ക് ഉണ്ട്, അതിലും ഞാൻ ഉണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു കഥയാണ് കേസ്. അതൊക്കെ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് സത്യം പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് പിന്നെ വീണ്ടും ലെക്ചറായിരിക്കും. അത് കഴിയുമ്പോൾ വൈകിട്ട് സ്പോർട്സ് ആണ്. രാവിലെ PT ഉള്ള ടീമിന് വൈകിട്ട് സ്പോർട്സ് ഇല്ല. രാവിലെ നീലഗിരിക്കും സാഗർധനിക്കോ അല്ലെങ്കിൽ നീലഗിരിക്കും ഹിമഗിരിക്കാണ് PT ആണെന്നുണ്ടെങ്കിൽ വൈകിട്ട് സാഗർധനിക്കും ഉദയഗിരിക്കുമായിരിക്കും സ്പോർട്സ് ടൈം. പിന്നെ വൈകിട്ട് ഈവനിങ് ആകുമ്പം നമുക്ക് ചായയും അതിന് കഴിക്കാനുള്ള സ്നാക്സും കാണും. പിന്നെ വൈകിട്ട് കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടാവും. പിന്നെ രാത്രി ഡിന്നർ മെയിൻലി ഉള്ള ടൈം എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് വൈകിട്ട് സ്പോർട്സ് കഴിഞ്ഞിട്ട് ഈ ഈവനിങ് സ്നാക്സും കാര്യങ്ങളൊന്നും കാണുമല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രഷൊക്കെ ആയിട്ട് ഒരു 6:15 ആകുമ്പോഴത്തേക്കും മസ്റ്റർ ആവണം. പിള്ളേരെല്ലാം മസ്റ്ററാക്കി നമ്മളിവിടെ നിൽക്കണം. അപ്പോഴത്തേക്കും പിന്നെ ഡിന്നർ 6:15 തൊട്ട് 8 മണി വരെ, 8 മണിയല്ലേ 7:15 വരെ, 7:15 വരെ ആയിരുന്നു ഡിന്നർ. അപ്പോൾ ആ ടൈമിൽ പിള്ളേരെയൊക്കെ
കൊണ്ടുപോയി ഫുഡ് കഴിപ്പിക്കണം, നമ്മളും കഴിക്കണം അതിൻ്റെ കൂട്ടത്തിൽ. അത് കഴിയുമ്പം ആണ് 8 മണി തൊട്ടോ 7:15 തൊട്ടോ കറക്റ്റ് ടൈം ഓർക്കണില്ല, നമുക്ക് ആ ടൈമിൽ കൾച്ചറൽ പ്രോഗ്രാം. ഇന്നിപ്പം നീലഗിരി സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ആയിരുന്നു പ്രോഗ്രാം. ഫസ്റ്റ് സാഗർധ്വനിയായിരുന്നു. കറക്റ്റ് പ്രാക്ടീസും കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും നമ്മൾ കൾച്ചറൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം സാഗർധ്വനിയായിരുന്നു ഫസ്റ്റ് ഡേ കൾച്ചറൽ പ്രോഗ്രാം സെറ്റാക്കേണ്ടത്. അപ്പം അവരത് സെറ്റായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരത് കഴിഞ്ഞിട്ട് പിന്നെ നൈറ്റ് മാസ്റ്ററാണ്. എന്തൊക്കെ തെറ്റ് നമ്മൾ ചെയ്തു, ഇനി തെറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ മാം ആൻഡ് സാർ എല്ലാവരും പറഞ്ഞു തന്നിട്ടാണ് നമ്മളെ നൈറ്റ് മാസ്റ്റർ അതിന് വിടുന്നത്. 10 മണിയാകുമ്പോൾ JWസിനെ എല്ലാവരും കിടത്തി ഉറക്കണം. പിന്നെ SWസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ SWസിന് ഇന്ന സമയമൊന്നുമില്ല, പക്ഷേ മാം വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഉറങ്ങിയിരിക്കണം. JW SWs എന്നൊന്നുമില്ല, എല്ലാവരും കറക്റ്റ്ലി ഉറങ്ങിയിരിക്കണം. ഇങ്ങനത്തെ കുറേ ദിവസങ്ങളായിരുന്നു. സത്യം പറഞ്ഞാൽ 6-ാം തീയതി ക്യാമ്പ് തുടങ്ങി. അതിൽ 7-ാം തീയതി ആണെങ്കിൽ 7/5/2026 കേട്ടോ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. അന്ന് നീലഗിരിയിലുള്ള കുറച്ച് പിള്ളേർ, അതിൽ 3 പിള്ളേരാണ് എൻ്റെ റൂമിലുണ്ടായിരുന്നത്. ഹൗസ് സീനിയർ ആയിരുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി നീലഗിരിയിലുള്ള ആൾ നമ്മൾ SWയിൽ ഒരാളാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും മെയിലിൽ എനിക്ക് റൂമുണ്ട്, ആ റൂമിൽ സീനിയർ ഞാനാണ്. മെയിലിൽ പറയുകയാണെങ്കിൽ റൂം സീനിയർ എന്നൊരു പേര് എനിക്ക് കിട്ടി. അപ്പോൾ മെയിനായിട്ട് റൂം സീനിയറാണ് ഈ പിള്ളേർക്ക് കിടത്തി ഇറക്കാനുള്ളതേ. വീട്ടിൽ ഞാൻ 10 മണിക്ക് 9 മണിക്ക് നേരത്തെ കിടന്നുറങ്ങണം. ഞാൻ അവിടെ ചെല്ലുമ്പോൾ 1 മണി വരെ 11 മണി വരെയൊക്കെ ഉറങ്ങാതിരിക്കാറുണ്ട്. അതൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ റൂം സീനിയർ ഞാനാണ്, സ്ഥിതിക്ക് പിള്ളേർക്ക് മിണ്ടാതെ കിടത്തി ഇറക്കാനുള്ള ഞാനാണല്ലോ. 7/5/2026 അന്ന് റൂമിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തോ ഡ്യൂട്ടിക്ക് എന്തോ പുറത്ത്, ഞാനും ഹൗസ് സീനിയർ നമ്മൾ രണ്ടുപേരും കൂടെ കുറച്ച് അങ്ങോട്ട് എന്തിനോ കാര്യത്തിനും പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പിള്ളേരെല്ലാവരും അലർക്കൊണ്ട് ഓടി. ഞങ്ങൾ അറിയുന്നില്ല ഈ കാര്യങ്ങളൊന്നും. അപ്പം നമ്മുടെ മെയിൻ സീനിയർ പറയാണ്, നമ്മൾ ക്യാമ്പ് സീനിയറാണ് കേട്ടോ, നമ്മളൊക്കെ കുറച്ചുകൂടെ ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ആണെങ്കിൽ തേർഡ് ഇയറിലെ സീനിയർ വന്ന് പറയണം, ഇവിടെ പിള്ളേരെല്ലാം ഓടി പാമ്പ് കയറിയെന്ന്. ഞാനത് ഷോക്കായിപ്പോയി. പാമ്പ്? അത് എൻ്റെ റൂമിൽ പാമ്പ് കയറി. പിള്ളേർ ഇറങ്ങി ഓടി. പിന്നെ അവസാനം അങ്ങനെ കുറേ പാമ്പിനെ കൊണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഏരിയയിൽ, ആ ഒരു ബിൽഡിങ്ങിലൊന്നും, ആ ഒരു റൂമിലൊന്നും കിടന്നില്ല. പിന്നെ നമ്മൾ മുകളിലത്തെ അവിടുത്തെ ബിൽഡിങ്ങിൽ കൊണ്ടുപോയി. പിന്നെ അവിടെയായിരുന്നു ഫുള്ള്. അങ്ങനെ അവിടത്തെ നല്ല മൊമെൻറ്റ്സൊക്കെ എപ്പോഴും മൈൻഡിലുണ്ട്. പിള്ളേരും അത് പറഞ്ഞാൽ അടിപൊളിയാണ്, നല്ല ആക്റ്റീവായിട്ടുള്ള പിള്ളേരാണ്. പക്ഷേ ഉറക്കത്തിൽ എണീപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. ഞാൻ പറഞ്ഞ അവിടെ എണീച്ചില്ലെങ്കിൽ ഞാൻ ദേഷ്യം സംസാരിക്കും. ഞാൻ അങ്ങനെ ദേഷ്യം സംസാരിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പറയും മര്യാദയ്ക്ക് എണീക്കണമെന്ന് പറഞ്ഞാൽ എണീക്കാൻ പറഞ്ഞു. മെയിൻലി ഒരു പ്രശ്നം എന്ന് പറയുമ്പം എൻ്റെ റൂമിൽ നീലഗിരിയിലെ പിള്ളേർ, ഉദയഗിരിയിലെ പിള്ളേർ, ഈ 2 പിള്ളേരാണ് എൻ്റെ റൂമിലുണ്ടായിരുന്നത്. അപ്പം നീലഗിരിയിലുള്ള പിള്ളേരിൽ ഞാൻ എന്തായാലും അല്ലെങ്കിലും എണീപ്പിക്കണം. അതേപോലെ തന്നെ ഉദയഗിരിയിലെ പിള്ളേർ ഞാനും ഹൗസ് സീനിയറും കൂടെയാണ് എണീപ്പിക്കാനുള്ളത്. അങ്ങനെ പിള്ളേരെയൊക്കെ PT സമയത്ത് എണീപ്പിച്ച് വിടണം. പിന്നെ സ്പോർട്സ് ടൈമിൽ പിള്ളേർക്ക് മസ്റ്ററാക്കേണ്ട നമ്മളെ ചുമതലയാണ്. അങ്ങനെ അതൊക്കെ സൂപ്പറായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടി. നമ്മൾ ഇപ്പം മെയിൻലി നിങ്ങൾ ഇപ്പം 9ാം ക്ലാസ്സിലെ പിള്ളേർ NCCക്ക് ഇപ്പോൾ ഉണ്ട്. നിങ്ങൾ ഈ എൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇനിയുള്ള സീനിയേഴ്സിനെ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊക്കെ കാട്ടി ഒരുപാട് പണിഷ്മെൻറ്റ്സും കാര്യങ്ങളും കിട്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ ATC ക്യാമ്പിന് വരുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മളെ കാലും വയ്യാതെയാണ് നമ്മളവിടെ നിൽക്കുന്നത്. എനിക്ക് കാല് വയ്യാതെ ഞാനങ്ങനെ വലിയതായിട്ട് നിന്നിട്ടില്ല. ഈ പിള്ളേർ JWയിലെ ആയിരുന്നാലും JDയിലെ പിള്ളേരായിരുന്നാലും ശ്രദ്ധിക്കാനുള്ള കാര്യം, നിങ്ങളെക്കാട്ടി കാലുവേദന, തലകറക്കം, തലവേദന, പനി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് തന്നെയാണ് നമ്മളും ഈ ക്യാമ്പിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളെക്കാട്ടി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടാണ് ഞങ്ങളിവിടെ ഈ നില വരെ വന്നത്. അപ്പോൾ ക്യാമ്പിന് മെയിനായിട്ടും കുറേ സിക്ക് എന്നൊരു പേര് മെയിനായിട്ടും ആ ഒരു ക്യാമ്പിനുണ്ടായിരുന്നു. JW JD ഈ പിള്ളേർക്കായിരുന്നു മെയിനായിട്ടും സിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫുഡ് കഴിക്കാതെ തലകറക്കം എന്നൊക്കെ പറയുമ്പോഴേ നിങ്ങൾ ഫുഡ് കഴിച്ചാന്നായിട്ട് ചോദിക്കുന്നത്. മെയിനായിട്ടും സാറ് ചോദിക്കും ഫുഡ് കഴിച്ചോ, പിള്ളേർ ഫുഡ് കഴിച്ചു എങ്കിലും തലകറക്കം എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല, ഫുഡ് നല്ല രീതിയിൽ കഴിക്കാതെ ക്യാമ്പിൽ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ എത്ര നേരം ഫുഡ് വരുന്നുണ്ടോ ആ നേരം ഫുഡ് കഴിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ തലകറക്കം വരും, നിങ്ങൾക്ക് ഒട്ടും നിൽക്കാൻ പറ്റാത്ത രീതിയൊക്കെ വരും. നിങ്ങൾക്കിപ്പം ഈ പരേഡിനായിരുന്നാലും PT-ക്കായിരുന്നാലും സ്പോർട്സിനായിരുന്നാലും ഒന്നിനും ഒരു ഇൻട്രസ്റ്റോ നിൽക്കാനോ ഒന്നും നിങ്ങൾക്ക് പറ്റൂല. സത്യം പറയുകയാണെങ്കിൽ പറ്റൂല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ റൂം സീനിയറാണ്. അല്ലെങ്കിലും ഞാൻ അതിൽ ക്യാമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു സീനിയർ എന്ന നിലയ്ക്ക് പിള്ളേർ ഫുഡ് കഴിച്ചോ, വെള്ളം കുടിച്ചോ എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കണം. എൻ്റെ കൂടെയുള്ള SWസും ശ്രദ്ധിക്കണം. എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, ഒരു ദിവസം നമ്മളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഒരു കുട്ടി എന്ന് സിക്കാണ്. ചോദിച്ചു എന്താ പറ്റി സിക്കാവാൻ കാരണം. ഞാൻ നോക്കുമ്പോൾ ആ ഒരു പ്ലേറ്റിൽ ഫുൾ ഫുഡ് ഫുഡ് കഴിച്ചിട്ടില്ല. അങ്ങനെ അവസാനം നമ്മളെക്കാട്ട് മെയിൻ സീനിയർ ഉണ്ടല്ലോ, അപ്പോൾ സീനിയർ അവിടെ ഉണ്ടായിരുന്നു. ആ കുട്ടിയെ വിളിച്ചു. എൻ്റെ കൂടെ വേറൊരു SWസ് ഉണ്ടായിരുന്നു. അപ്പോൾ സീനിയർ ചോദിച്ചത് ഫുഡ് കഴിക്കാത്തതെന്ന് ചോദിച്ചു. ഫുഡ്
ഫുഡ് ഇറക്കണമല്ലോ, ക്യാമ്പിന് നിൽക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ പറഞ്ഞു, ഇറങ്ങുന്നില്ല, വോമിറ്റിങ് ചെയ്യാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞു. സോ സീനിയർ ഫുഡ് കഴിക്കാൻ പറഞ്ഞു, അവൾക്ക് ഫുഡ് കഴിക്കാൻ വയ്യ. അവസാനം എൻ്റെ കൂടെയുള്ള ഒരു SW അവളുടെ ഫോണിൽ അവൾ കാണിച്ചു കൊടുത്തു, ഫുഡ് കഴിക്കാതിരുന്നാൽ നിങ്ങൾ ഇങ്ങനെ ആവും അങ്ങനെ ആവും എന്ന് പറഞ്ഞൊരു ഫോട്ടോ. വെച്ചാൽ കുറച്ച് കുട്ടികളുടെ ഫോട്ടോസ് ഉണ്ടല്ലോ ഇങ്ങനെ ഫുഡൊന്നും കിട്ടാതെ എത്രയോ പേര് ഈ കേരളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന അറിയാമല്ലോ, നിങ്ങൾക്ക് കൊച്ചു കുട്ടികൾ വരെ ഫുഡില്ലാതെ അവർ കോലം നിങ്ങൾക്ക് അറിയാമല്ലോ. അങ്ങനെ ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. അങ്ങനെ ആവണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾക്ക് അങ്ങനെ വേണ്ട, ഫുഡ് കഴിക്കാമെന്ന് പറയും. ഫുഡ് കഴിച്ചില്ല. പിന്നെ മെയിനായിട്ടും ഫുഡ് കഴിക്കാതിരുന്നു. പിന്നെ PT സമയത്ത് അവൾ ഇറങ്ങിയില്ല, തല കറക്കമെന്ന് പറഞ്ഞ് സിക്കായിട്ട് അവൾ അവിടെ ഇരുന്നു. അപ്പം എൻ്റെ കൂടെ ഇരുന്ന SW ഉണ്ടല്ലോ, അവൾ ഫോണിൽ ഫോട്ടോസ് കാണിച്ചു കൊടുത്തല്ലോ, അവൾ ചോദിച്ചു നീ എന്തിനാ സിക്കായിട്ടിരിക്കണത്, ഫുഡ് കഴിക്കാതിരുന്നത് തല കറക്കം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കരയുന്നതിലൂടെ റിയാക്ട് ചെയ്തു. പിന്നെ ഭയങ്കര ഏങ്ങൽ തുടങ്ങി. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന SWനാണ് പണിഷ്മെൻറ്റ് കിട്ടുക. അതെനിക്കിപ്പോഴും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ വിളിച്ചു വരുത്തിയ കുട്ടി സിക്കാണ്, ഫുഡ് കഴിക്കാത്ത കാര്യം എന്ത് കഴിക്കാത്തന്നെ ചോദിച്ചോളൂ. സിക്കായിട്ടിരിക്കേണ്ട കാര്യമില്ല, ഫുഡ് കഴിച്ചാൽ സിക്കായിട്ടിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം ഇവൾക്ക് പണിഷ്മെൻറ്റ് കൊടുത്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനങ്ങ് ഇമോഷണലായിപ്പോയി. ഇവൾക്ക് പണിഷ്മെൻറ്റ് കൊടുത്തപ്പം ഞാനും ആ ടൈമിൽ കൂടെ ഉണ്ടായിരുന്നതാണല്ലോ. അപ്പോൾ എനിക്കും നമ്മൾ കുടിച്ചെന്ന് വെച്ചാൽ ഞാൻ കുടിച്ചെന്ന് എനിക്ക് ഒരു പക്ഷേ വഴക്ക് കിട്ടും എന്നൊരു ഇതിലാണ് ഞാൻ പോകാത്തത്. സോ അവൾക്ക് പണിഷ്മെൻറ്റ് കിട്ടി. അവളെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരത്ത് പോലും എൻ്റെ കൂടെ നിന്ന് SWനെ കാണാനില്ലായിരുന്നു, അവൾ റൂമിലായിരുന്നു, ഫുഡ് കഴിക്കാൻ വന്നില്ല. അങ്ങനെ അവസാനം ഞാൻ പോയി ചോദിച്ചു നീ ഫുഡ് കഴിച്ചാന്ന് ചോദിച്ചു. ഫുഡ് കഴിച്ചില്ല എന്ന് പറഞ്ഞു, വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ നൈറ്റ് അവൾ ഫുഡ് കഴിക്കാൻ വന്നെന്നാണ് തോന്നണം. എനിക്ക് അന്ന് ഭയങ്കര ഞാൻ ഇമോഷണലായിപ്പോയി. ഒരാൾ തെറ്റ് ചെയ്യാതെ ഇങ്ങനെ പണിഷ്മെൻറ്റ് നേരിടുക എന്നൊക്കെ പറയുമ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. മെയിനായിട്ട് നിങ്ങൾ ഈ 9ാം ക്ലാസ്സിലെ പിള്ളേർ എൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, NCCക്കുള്ള കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഇങ്ങനത്തെ തെറ്റും ചെയ്യരുത്. നിങ്ങളെ കാട്ടി ഇരട്ടി ഇതായിട്ടാണ് നമ്മൾ ആ ക്യാമ്പിന് വരുന്നത് തന്നെ, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. പിന്നെ മെയിനായിട്ടും നിങ്ങൾ ക്യാമ്പിന് കൊണ്ടുപോകാനുള്ള സാധനമാണ് സൺസ്ക്രീൻ നിങ്ങൾ എന്തായാലും കൊണ്ടുപോകണം. പക്ഷേ ഞാൻ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ കൊണ്ടുപോയി 10 ദിവസം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തില്ല എന്ന് വേണമെങ്കിൽ പറയാം. സമയമില്ല, വേണമെങ്കിൽ സമയം എനിക്കും ഉണ്ടാവും, പക്ഷേ എനിക്ക് ഉറക്കം ശരിയാവാതെ പറ്റൂല, സമയമില്ലാതെ പറ്റൂല. പിന്നെ നിങ്ങളുടെ SW സീനിയേഴ്സിനെ നിങ്ങൾ ഒരിക്കലും മറുത്ത് സംസാരിക്കരുത്. അവരെ നേർക്ക് നിങ്ങൾ ദേഷ്യത്തിൽ സംസാരിക്കരുത്. അത് അവർക്ക് എത്രമാത്രം വിഷമമാണെന്ന് അറിയത്തില്ലല്ലോ. നമ്മുടെ സീനിയേഴ്സിനോട് പോലും നേരെ ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിച്ചിട്ടില്ല, നമ്മൾ സംസാരിക്കില്ല. നമുക്ക് അങ്ങനെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്, നമ്മൾ സംസാരിക്കൂല. ഓക്കെ, അപ്പം അങ്ങനെ സംസാരിക്കരുത്. സീനിയേഴ്സിനോട് അങ്ങനെ ഒരിക്കലും ദേഷ്യം സംസാരിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സീനിയേഴ്സ് അത്ര കഷ്ടപ്പെട്ട് ക്യാമ്പിൽ നിങ്ങളെ നേരെ പോകുന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത്. പിന്നെ മെയിനായിട്ടും ഈ ക്യാമ്പിൽ പേരൻസിനെ കയറാൻ പാടില്ല, ക്യാമ്പിൽ വരാൻ പാടില്ല. പിള്ളേർ ഈ സ്റ്റുഡൻസിനെ ഈ JW കൊണ്ടാക്കിയിട്ട് പോകണം. നമ്മളെ പേരൻസിനെയും നമ്മളെ വരാനുള്ള വിസിറ്റിംഗ് ടൈം ഒന്നുമില്ല, വരാൻ പാടില്ല. അവിടെ ചില പേരൻസ് വന്ന് കരഞ്ഞു, എനിക്കിങ്ങനെ എൻ്റെ കുട്ടിയെ കണ്ടാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയൊന്നും പാടില്ല. നമ്മൾ 10 ദിവസം ഒരു ക്യാമ്പിന് പോകണമെങ്കിൽ നമ്മൾ തനിച്ച് തന്നെ നിന്ന് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കണം. അങ്ങനെ നിന്നാലേ കാര്യമുള്ളൂ, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. ഞാൻ +1 +2 എനിക്ക് NSSന് ക്യാമ്പ് ഉണ്ടായിരുന്നു. എനിക്ക് 7 ദിവസത്തെ ക്യാമ്പായിരുന്നു. ഞാൻ വീട്ടുകാരെ വിളിക്കുകയൊന്നും ചെയ്തില്ല. പിന്നെ ക്യാമ്പിൻ്റെ കഴിയാറായിട്ട് ഏതോ ഒരു ദിവസമായിരുന്നു അന്ന് വിളിച്ചത്, എൻ്റെ യൂണിഫോം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വിളിച്ചത്. അല്ലാതെ ഞാൻ വിളിക്കാനൊന്നും പോയില്ല. ആ ടൈമിലൊക്കെ പേരൻസിനെ കാണാനൊക്കെ പറ്റും, പക്ഷേ NCC ടൈമിൽ ഇങ്ങനെ കാണാൻ പറ്റൂല എന്ന് തന്നെയാണ്. ഇപ്പം അവരൊന്നും ചെയ്യുന്നില്ല, അവർക്ക് നമ്മളിവിടെ ആയിട്ട് നേരെ നിന്ന് പോകാൻ പറ്റുന്നൊരു ക്യാമ്പാണ് NCC ക്യാമ്പൊക്കെ പറയുകയാണെങ്കിൽ. ചുമ്മാ കരയേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ വീട്ടിൽ വിളിക്കാനൊക്കെ ചിലപ്പം അവരുടെ ANOസോ മാമൊക്കെ കൊടുക്കുമായിരിക്കും ഫോൺ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെ ഇതാവും. അപ്പം ഇനിയും പറയാനുണ്ട്, അത് ഞാൻ ഇനി ഈ വീഡിയോയിൽ പറഞ്ഞ് ഇതാക്കുന്നില്ല. ഇപ്പം തന്നെ ഓവർ ടൈം ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് 3 ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി.